ഹലോ എവരിവൺ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് ഞാൻ യാത്ര ചെയ്യുന്നത് കോടമഞ്ഞു മൂടിയ കാട്ടുപാതയിലൂടെയാണ്. കൂറ്റൻ മരങ്ങൾക്ക് നടുവിൽ കൗതുകവും ദുരൂഹവുമായ നാലുകെട്ടും ഇടവഴികളും വലിയ മുറികൾ നിറഞ്ഞ കൊട്ടാരത്തിലേക്കാണ്. അമ്മച്ചി കൊട്ടാരം എന്നാണ് ഇതിൻ്റെ പേര്. 200-ലധികം വർഷങ്ങൾ പഴക്കമുള്ള ഈ കൊട്ടാരം തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ വേനൽക്കാല വസതിയായിരുന്നു. കൊട്ടാരം എന്ന പേരുണ്ടെങ്കിലും ഇന്ന് ഇത് തീർത്തും ജീർണാവസ്ഥയിലാണ്. കൊട്ടാരക്കര ദിണ്ടിക്കൽ ദേശീയപാതയിൽ കുട്ടിക്കാനത്ത് നിന്നും 1 കിലോമീറ്റർ യാത്ര ചെയ്താൽ കൊട്ടാരത്തിലേക്കുള്ള പാതയിലെത്താം. ഈ കാട്ടുപാതയിലൂടെ കുറച്ചു ദൂരം യാത്ര ചെയ്താൽ ചെന്നെത്തുന്നത് കാട് പിടിച്ച ജീർണാവസ്ഥയിൽ കിടക്കുന്ന അമ്മച്ചി കൊട്ടാരത്തിലേക്കാണ്. ഇപ്പോൾ ഈ കാണുന്നതാണ് അമ്മച്ചി കൊട്ടാരം. തിരുവിതാംകൂർ തായ്വഴി ഭരണകാലത്ത് റാണി പദവി രാജാവിൻ്റെ സഹോദരിക്കായിരുന്നു. രാജാവിൻ്റെ പത്നിക്ക് അമ്മച്ചി പദവിയും. അങ്ങനെയാണ് രാജാവിൻ്റെ പത്നി താമസിച്ചിരുന്ന കൊട്ടാരത്തിന് അമ്മച്ചി കൊട്ടാരം എന്ന പേര് വന്നത്. വിശാലമായ ദർബാർ ഹാളും മഹാരാജാവിൻ്റെ മന്ത്രമണ്ഡപവും കുതിരാലയവും ഭൂഗർഭ പാതകളും കളിസ്ഥലവും കൽക്കുളവും കൊട്ടാരത്തിൻ്റെ ഭാഗമായി പണിതിരുന്നു. ബ്രിട്ടീഷ് അധിനിവേശ കാലത്ത് ചരിത്രപ്രധാനമായ രാജകീയ തീരുമാനങ്ങൾ ഉരുത്തിരിഞ്ഞത് ഈ കൊട്ടാരത്തിൽ നിന്നുമാണ്. പാചകശാലയ്ക്ക് പിന്നിലുള്ള ഭൂഗർഭ പാതകളുടെ തുടക്കം ഇപ്പോൾ അടഞ്ഞ നിലയിലാണ്. ഇതിൻ്റെ ഒരു തുരങ്കം ചെന്നെത്തുന്നത് മൈലുകൾക്കകലെയുള്ള പീരിമേട് മേജർ ശ്രീ കൃഷ്ണസ്വാമി ക്ഷേത്ര പരിസരത്താണ്. ചിദംബരം പിള്ള മെമ്മോറിയൽ സ്കൂളിന് സമീപം ഇന്നും ഇതിൻ്റെ ശേഷിപ്പുകളുണ്ട്. തേയില കൃഷി വ്യാവസായിക അടിസ്ഥാനത്തിൽ ഹൈറേഞ്ചിൽ പരീക്ഷിച്ച് വിജയം കണ്ട ബ്രിട്ടീഷുകാരനായ ജോൺ ഡാനിയൽ മൺട്രോ കൊട്ടാരം താവളമാക്കിയിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് അത്യാഡംബരത്തിൽ നിറഞ്ഞ കെട്ടിടമായിരുന്നു ഇന്ന് ജീർണാവസ്ഥയിലായത്. പട്ട് പരവതാനികളും വിലമതിക്കാനാവാത്ത ഛായാചിത്രങ്ങളും തടി ഉപകരണങ്ങളും പഴയ തലമുറയുടെ ഓർമ്മകളിൽ ഇന്നുമുണ്ട്. മാർബിളിൽ തീർത്ത വാഷ് ബേസിൻ മാത്രമാണ് ആകെയുള്ള ശേഷിപ്പ്. ഒട്ടേറെ സിനിമകൾക്ക് കൊട്ടാരം ലൊക്കേഷനായിട്ടുണ്ടെങ്കിലും ഫഹദ് ഫാസിൽ നായകനായി ഛായാഗ്രാഹകൻ വേണു സംവിധാനം ചെയ്ത കാർബൺ, പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രം ലൂസിഫർ തുടങ്ങിയ ചിത്രങ്ങൾ ചിത്രീകരിക്കുന്നതിനെ തുടർന്നാണ് കൊട്ടാരത്തിലേക്ക് സഞ്ചാരികൾ കൂടുതലായി എത്തിത്തുടങ്ങിയത്. കൂടുതലും പ്രേതാലയ പശ്ചാത്തലത്തിലുള്ള ചിത്രങ്ങൾക്ക് മാത്രമെന്ന നിലയിൽ കൊട്ടാരത്തിൻ്റെ അവസ്ഥ മാറിപ്പോയിരുന്നു. കാലങ്ങളായി പ്രദേശവാസിയായ ധർമ്മലിംഗമാണ് കൊട്ടാരത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ. ധർമ്മലിംഗം കുടുംബമായി ഇവിടെയാണ് താമസം. രാജഭക്തിയോടുകൂടി തമിഴ് കലർന്ന മലയാളത്തിലാണ് മിത്തുകൾ നിറഞ്ഞ ധർമ്മലിംഗത്തിൻ്റെ വിവരണം. ചരിത്രത്തിനുമപ്പുറം ധർമ്മലിംഗം നൽകുന്ന വിവരങ്ങളാണ് സഞ്ചാരികൾക്ക് ആശ്രയം. കൊട്ടാരം ചുറ്റിക്കാണുന്നതിനിടെ സഞ്ചാരികളുടെ ഏത് സംശയങ്ങളും ധർമ്മലിംഗം മറുപടി നൽകും. ചരിത്രശേഷിപ്പുകളും രാജകീയ ഭരണത്തിൻ്റെ സ്മരണകളും നിറഞ്ഞ പ്രദേശം സർക്കാർ സംരക്ഷണമെന്ന ആവശ്യം ശക്തമാണ്. കൊട്ടാരത്തിൻ്റെ ഉടമസ്ഥതയെക്കുറിച്ച് ഉണ്ടായ തർക്കങ്ങൾ വർഷങ്ങൾക്ക് മുൻപ് വിവാദമായിരുന്നു. ബംഗളൂരു ആസ്ഥാനമായുള്ള കമ്പനിയുടെ ഉടമസ്ഥതയിലാണ് ഇപ്പോൾ കൊട്ടാരം നിലകൊള്ളുന്നത്. ഇതാണ് ഞാൻ മുമ്പ് പറഞ്ഞ ഭൂഗർഭ അറകളിലെ ഒന്ന്. ഈ അറയിലൂടെ നമുക്ക് ഉള്ളിലെ റൂമിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. മെയിൻ്റെനൻസ് ഒന്നും സമയത്ത് ചെയ്യാത്തതുകൊണ്ട് ആണ് ഇതിൻ്റെ ചുവരുകളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ രീതിയിലും പെയിൻറ്റുകളെല്ലാം നഷ്ടമായി പായൽ പിടിച്ച് കിടക്കുന്ന ഒരവസ്ഥയിലാണ് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഒരു കാര്യം ഞാൻ കണ്ടത്, ഇവിടെ വരുന്ന ആൾക്കാരെല്ലാം ഇതിൻ്റെ ചുവരുകളിൽ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ടാണ് പോകുന്നത്.
നല്ലൊരു കൂളിംഗ് എഫക്റ്റാണ് നമുക്ക് ഇതിനുള്ളിൽ കയറുമ്പോൾ തോന്നുന്നത്. അതോടൊപ്പം തന്നെ ഇതാണ് ഞാൻ പറഞ്ഞ തിരിശേഷിപ്പിൽ ഒന്ന്. ഈ വാഷ് ബേസിൻ നിർമ്മിച്ചിരിക്കുന്നത് മാർബിൾ കൊണ്ടാണ്. ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു ഇവിടെ ഒരു ശവപ്പെട്ടി വെച്ചേക്കുന്നത് കണ്ടു. എന്നാൽ ഈ ശവപ്പെട്ടിയുടെ ഉള്ളിൽ നിന്നും ധാരാളം ആൾക്കാർ ചിത്രങ്ങൾ എടുക്കുന്നതും കാണുകയുണ്ടായി. ഉള്ളിലെ അറകളിലൂടെ സഞ്ചരിച്ച് അവസാനിക്കുന്നത് ഇവിടെയാണ്. ഇതൊരു റൂമാണ്, പക്ഷേ ഇതിന് മേൽക്കൂരയില്ല. എന്നാൽ ഇതിനുള്ളിൽ ധാരാളം സസ്യങ്ങളും വളരുന്നുണ്ട്. ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ചില പ്രേത സിനിമകളിലെ ലൊക്കേഷനാണ്. ഒരു അമ്മിക്കല്ല് ഇതാ ഇവിടെ ഇരിക്കുന്നത് കണ്ടു. ഈ അമ്മിക്കല്ല് ആരെങ്കിലും കൊണ്ട വെച്ചതാണോ അതോ ഇത് ഈ കെട്ടിടം പണിതപ്പോൾ മുതൽ ഉള്ളതായിരുന്നോ എന്നൊന്നും അറിയില്ല. എന്നാൽ ഇവിടെ നോക്കുമ്പം നല്ലൊരു ദൃശ്യ ഭംഗി തന്നെയാണ് പുറത്തേക്ക് നമുക്ക് നോക്കുമ്പോൾ കിട്ടുന്നത്. ഞാൻ വീണ്ടും തിരിച്ച് ഉള്ളിലെ അറകളിലേക്ക് നടന്നു നീങ്ങുകയാണ്. വളരെ ഇടുങ്ങിയ റൂമുകളും ആണ് ഈ കാണുന്നതൊക്കെ. പക്ഷേ ഇതെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം ഉള്ളിലേക്ക് പ്രവേശിക്കാൻ. വീണ്ടും ഞാൻ ആ നാലുകെട്ട് കണ്ട ഭാഗത്തേക്ക് തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. നാലുകെട്ടിന് ഉള്ളിലായിട്ട് ധാരാളം ചെടികൾ നട്ടുവച്ചിരിക്കുന്നു. വളരെ നല്ല ഭംഗിയുള്ള ചെടികളാണ് കാണുന്നത്. അതോടൊപ്പം നടുക്ക് ഒരു തുളസിത്തറയും കാണാൻ ഇടയുണ്ടായി. അതിമനോഹരമായ ഈ നാലുകെട്ടിനുള്ളിലെ ദൃശ്യങ്ങൾ പകർത്തുന്നതിലായിരുന്നു എൻ്റെ ശ്രദ്ധ മുഴുവൻ. ധാരാളം ചെടികളുള്ളതുകൊണ്ട് തന്നെ കുറേ നേരം എനിക്ക് ഈ ഒരു ഭാഗം ഷൂട്ട് ചെയ്യാൻ വളരെ ഇഷ്ടമായിരുന്നു. ധർമ്മലിംഗവും പുള്ളിക്കാരൻ്റെ കുടുംബമാണ് ഇതെല്ലാം സൂക്ഷിക്കുന്നതും അതോടൊപ്പം ഈ ചെടിക്കെല്ലാം വെള്ളമൊഴിച്ച് എല്ലാം റെഡിയാക്കുന്നതും. ഇതാണ് അമ്മച്ചി കൊട്ടാരത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ. ഈ വ്യൂ കാണുമ്പോൾ നമുക്ക് ലൂസിഫർ എന്ന മൂവിയിലെ ആദ്യത്തെ സ്റ്റണ്ടാണ് ഓർമ്മ വരുന്നത്. എന്നാൽ നമ്മൾ ആ മൂവിയിൽ കാണുന്ന കെട്ടിടം ഈ കെട്ടിടം തമ്മിൽ അത്യാവശ്യം നല്ല വ്യത്യാസം തോന്നിയേക്കാം. കാരണം ആ കെട്ടിടം കുറച്ചുകൂടെ സെറ്റൊക്കെ ഇട്ട് കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഒരു ദിവസം കുട്ടിക്കാലത്തേക്ക് വരുന്ന ഒരു ടൂറിസ്റ്റിന് കാണാൻ ഒരു 2-3 ഹവേഴ്സ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ അമ്മച്ചി കൊട്ടാരം. അത്യാവശ്യം പുരാതനമായ കാര്യങ്ങളൊക്കെ കണ്ടും അതുപോലെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അത്യാവശ്യം ഒരു സന്തോഷം നൽകുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ അമ്മച്ചി കൊട്ടാരം.
അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വരുന്നിടം വരെ എല്ലാവർക്കും എൻ്റെ നന്ദി.